ഹായ്, ഞാൻ അഡ്വക്കേറ്റ് ഷിബിൽ വടക്കേങ്ങര, ലീഗൽ അഡ്വൈസർ GBC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ലീഗൽ കംപ്ലയൻസുകളൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കലാണ് നമ്മുടെ ഒരു ലീഗൽ അഡ്വൈസർ എന്ന നിലക്കുള്ള നമ്മുടെ ജോലി. അപ്പം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രൈമറി അല്ലെങ്കിൽ ഗോൾഡൻ അഡ്വൈസുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്രേഡ് മാർക്ക് എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അതിനൊരു കാരണം സ്വാഭാവികമായിട്ടും UAE ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നവർ ലീഗൽ കംപ്ലയൻസുകളുടെ കാര്യങ്ങളിൽ ഏറ്റവും നിർബന്ധം എന്ന നിലയ്ക്ക് ട്രേഡ് നെയിം രജിസ്ട്രേഷൻ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ സ്വാഭാവികമായിട്ടും ട്രേഡ് നെയിം അത് ദുബായിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ദുബായ് ലിമിറ്റഡ് ആയിരിക്കും, ഷാർജയിലാണെങ്കിൽ ഷാർജയിൽ ലിമിറ്റഡ് ആയിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ്റെ ഒരു സ്വഭാവം ഒരു ഫെഡറൽ സ്വഭാവത്തിലാണത്. ഓൾ UAE അതിനുള്ള ഒരു ലൈസൻസ് കിട്ടുന്നത് പോലെയാണ്. ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പുതിയൊരു ബിസിനസ് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ UAEയിലേക്ക് വരികയാണ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആണ് അയാളുടെ ഒരു ബിസിനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അയാളൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി വരാൻ ചുരുങ്ങിയതൊരു 4 വർഷത്തെ സമയമെടുക്കും. ഈ ഒരു 4 വർഷം ഒരു സ്വാഭാവിക കേസാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിനേക്കാൾ വൈകിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ ഫാസ്റ്റായിട്ടോ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നവരുണ്ടാവും. നോർമലി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിയ ആളുകളുടെ വിശ്വാസ്യത കൈപ്പറ്റി ആ ബ്രാൻഡ് നെയിം ആളുകളുടെ മനസ്സിൽ വന്ന് അതിൻ്റെ ഒരു ക്വാളിറ്റി ആളുകൾക്ക് ഒരു ട്രസ്റ്റ് വന്ന് ഇതിനൊക്കെ ഒരു സ്വാഭാവിക സമയമാണ് ഒരു 4 അല്ലെങ്കിൽ ഒരു 3 വർഷം. ഈ ഒരു സമയം കൊണ്ട് അയാൾ വളരെ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, ബിസിനസ് സെറ്റ് ചെയ്തു, ആളുകളിൽ അതിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തു. പക്ഷേ ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പുതിയൊരാൾ അറൈവ് ചെയ്യാണ്. അയാൾ നമ്മളുണ്ടാക്കിയ ഈ ബ്രാൻഡിനെ ക്ലെയിം ചെയ്തുകൊണ്ട് പിന്നെ അവകാശപ്പെട്ടു വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ബിസിനസ്സിനെ അത്ര ഭീകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ലീഗലി മൂവ് ചെയ്യും. ലീഗലി മൂവ് ചെയ്താൽ കോടതിയുടെ മുന്നിൽ ഒറ്റ കാര്യം നോക്കേണ്ടതുള്ളൂ: ഹു രജിസ്റ്റേർഡ് ഫസ്റ്റ്. ആരാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത് എന്നേ കോടതിക്ക് നോക്കാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും ആര് ആദ്യം രജിസ്റ്റർ ചെയ്തു എന്ന് നോക്കുമ്പോൾ നമ്മുടെ കമ്പനി അതിൽ ഫെയിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അത്രയും ഭീമമായ നഷ്ടമാണ്. കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമ്മളൊരിക്കലും അതിൻ്റെ ഓണറുടെ പേര് വെച്ചിട്ടല്ല നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഓർക്കുന്നത്. ആ പ്രൊഡക്റ്റ് നെയിം, അതിൻ്റെ ഒരു ഷേപ്പ്, അതിൻ്റെ ഒരു കളർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോഗോ, ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. ഇപ്പോൾ ഇന്നാലിന്ന ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ഇന്നാലിന്ന സിമെൻറ്റ്, ഇങ്ങനെ എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു നെയിമാണ് ആളുകളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ നെയിം നഷ്ടപ്പെട്ടു. ഇനി പുതിയൊരു നെയിം ഉണ്ടാക്കി അതിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഫ്രം സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രേഡ് മാർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. UAE സംബന്ധിച്ചിടത്തോളം ട്രേഡ് മാർക്ക് പ്രോസസ്സ് എന്നുള്ളത്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്നുള്ളത് അത്രയും സിമ്പിളായിട്ടുണ്ട്. ഹസ് ഫ്രീ ആയിട്ടുള്ള ഒരു സിസ്റ്റം UAEയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഏകദേശം ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് 10 വർഷത്തോളം നമുക്ക് ആ ട്രേഡ് മാർക്ക് ഓൺ ചെയ്യാൻ പറ്റും. ആ ഒരു അത്രയും ദീർഘമായ സമയത്തേക്ക് നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ്, ഒരു ലാൻഡ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ഓൺ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് നെയിം, നമ്മുടെ രജിസ്ട്രേഷൻ, നമ്മുടെ ഒരു ഓൺ പ്രൊഡക്റ്റ് ആക്കി വെക്കുക എന്നത്. ഇതിനൊരു പ്രൊസീജറൽ കാര്യം ഞാൻ പറഞ്ഞു, വളരെ സിമ്പിളാണ് എന്ന് പറയാനുള്ള ഒരു കാരണം. ഇപ്പം നോർമലി UAEയിലെ ഒരു പ്രൊസീജറിലൂടെ ഞാനൊന്ന് കടന്നു പോകാം. വിപ്പോ, വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പ്രകാരം നമ്മളുടെ അടുക്കൽ ഇപ്പോൾ ഒരാൾ ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വന്നാൽ, ഒരു ലീഗൽ അഡ്വൈസർ എന്ന നിലയ്ക്ക് നമ്മുടെ ഡ്യൂട്ടി ഉണ്ടാവുക ആദ്യം വിപ്പോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള, വിപ്പോ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പ്രകാരം ഏത് ക്ലാസ്സിലാണ് ഇയാളുടെ ഒരു ബിസിനസ് സർവീസ്, അല്ലെങ്കിൽ സർവീസ്, അല്ലെങ്കിൽ ഇയാളുടെ ഒരു ഇൻഡസ്ട്രി പെടുന്നതെന്ന് നോക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഗോൾഡ് ജ്വല്ലറി ബിസിനസ്സാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ക്ലാസ് 14 ആണ് ഇപ്പോൾ അത് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ക്ലാസ് 14 പ്രകാരം ആ ബിസിനസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ തുടങ്ങേണ്ടി വരും. ജസ്റ്റ് ടേക്ക് അനദർ എക്സാമ്പിൾ, ഇപ്പം ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രി, സോഫ്റ്റ്വെയർ സർവീസൊക്കെ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അവർ, അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. അപ്പം അവർക്ക് അവരുടെ ഒരു ലോഗോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെയിം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ക്ലാസ് 42 ആണ് വിപ്പോയുടെ അണ്ടർവെൽ. ഇങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സുകളുണ്ട്. നൈസ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഈ ക്ലാസ്സുകൾക്ക്
കീഴിൽ ഏതിലാണ് അത് പെടുന്നത്. ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ബിസിനസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് നേരെ ഇത് കൺഫേംഡ് ആയാൽ ഇതിൽ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോവാം. ആപ്ലിക്കേഷൻ പ്രൊസീജിയറും ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹസ്ട്രി ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ലോഗോ, അത് നെയിം ലോഗോ ആവാം. നെയിം ലോഗോ മീൻസ് നമ്മുടെ നെയിം മാർക്കുകൾ ഉണ്ടാവാം. അത് ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവൈസ് രജിസ്ട്രേഷൻ ആയിരിക്കാം. ഇപ്പം മലബാർ ഗോൾഡിൻ്റെ ആ ഒരു എം എന്നുള്ള ഒരു ഇതൊക്കെ ഡിവൈസ് എന്നുള്ള ഒരു കാറ്റഗറിയില്ല. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ എന്നുള്ളത് ആ ഒരു നെയിം മാർക്കാണ്. ആ നെയിം മാർക്കിനെ അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇപ്പം കൊക്കോകോല എന്നൊക്കെ ഉള്ള. അപ്പം ഏതാണോ അതിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് അറബിക് ട്രാൻസ്ക്രിപ്ഷൻ അവൈലബിൾ ആക്കുക, അത് വെക്കുക. ട്രേഡ് ലൈസൻസ്, ഡിസൈനേറ്റഡ് ആരാണോ ഇതിൻ്റെ കൺസേൺഡ് ഓണേഴ്സ്, അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. ഗവൺമെൻറ് ഒരുപാട് റൂൾസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരുപാട് റൂൾസ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് വയബിളായ രൂപത്തിലാണോ, അതായത് ഹാമിങ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നൊക്കെയുള്ള ഒരു സർട്ടൻ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. അതിലൂടെയൊക്കെ പാസ് ഔട്ട് ചെയ്താൽ അടുത്തതായിട്ട് അവർ അതിൻ്റെ സർട്ടിഫിക്കേഷനും തന്നാൽ പിന്നെ നമുക്ക് പബ്ലിഷിങ്ങിന് കൊടുക്കാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഏകദേശം 30 ദിവസത്തോളം അത് പബ്ലിഷ് ചെയ്യുകയും ഒരു വേറെ ലീഗൽ ക്ലെയിംസോ അല്ലെങ്കിൽ അലിഗേഷൻസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് അവകാശപ്പെട്ടു വരികയോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഫൈനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. UAE സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രൊസീജിയറിന് പോലും നമ്മളെന്തോ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ജോണർ ഓഫ് ബിസിനസ്സിൽ നോക്കുമ്പം ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഒരു ഓൾഡ് സ്കൂൾ ഓഫ് ബിസിനസ്സിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അതെന്താണ്, അത് നമുക്കൊന്നും ഉള്ളതല്ല, അതെന്തോ വലിയ സംഭവമായിട്ട് കരുതുന്ന ആളുകൾ ഇപ്പോഴും അതിനെ അവോയ്ഡ് ചെയ്ത് പോവുകയും പിന്നീട് ഭയങ്കര അതിഭീകരമായ അതിൻ്റെ പ്രശ്നങ്ങൾ, ലീഗൽ ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ UAE സംബന്ധിച്ച് ഒരാളും ഒരു പുതിയ ബിസിനസ് ഓൺട്രപ്രണർഷിപ്പോ അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു ഇവിടെ ബ്രാഞ്ച് ഔട്ട് തുടങ്ങുകയോ ഒന്നും ചെയ്യുന്നത് ഒരിക്കലും ബിസിനസ്മാൻസ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ലീഗൽ പെർസ്പെക്റ്റീവ് ഒരു ബുദ്ധിപരമായ തീരുമാനമല്ല. അപ്പോൾ ഇനിയും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് ലോഗോ അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓൺ പ്രൊഡക്റ്റ് ആണ് എന്നും നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആരെങ്കിലും സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകുന്നത് എത്രത്തോളം ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ടോ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബ്രാൻഡ് നെയിം, നമ്മുടെ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി ആണ് ഇത് എന്ന് മനസ്സിലാക്കി ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സുകളിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്കണം എന്നുള്ള ഒരു സജഷൻ എനിക്ക് തരാനുള്ളത്. വീണ്ടും കാണാം.